ഇല്ല ഋഷിവര്യ, ഈ ശാന്തത പ്രളയത്തിന് മുൻപുള്ള ശാന്തതയാണ്, സൂചനയാണ്. വിഷം പടർത്തുന്ന മഹാപ്രളയത്തിന്റെ സൂചന. ഇതിനെ ഇപ്പോൾ തടയാനായില്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ വിനാശം നിശ്ചയമാണ് ഋഷിവര്യ. അത് കേവലം ദേവി അനസൂയയ്ക്ക് മാത്രമേ സാധ്യമാകൂ. അതെ ദേവി, ഇത് സത്യമാണ്. ഈ സത്യത്തെക്കുറിച്ച് അവിടത്തേക്കും അറിവുള്ളതാണ്. മഹാദേവന് മാത്രമേ ഈ വിഷത്തെ പാനം ചെയ്യാനാകൂ. ദേവി, മഹാദേവനല്ലാതെ മറ്റാർക്കും ഇത് സാധ്യമാകുന്നതല്ല. മാതാ പാർവതിക്ക് പോലും ആകില്ല. ദേവി, തീരുമാനം അവിടുത്തേതാണ്. പിതാശ്രീ, അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞത്? മാതാവ് വിചാരിച്ചാൽ പ്രളയത്തെ തടയാൻ സാധിക്കുമെന്ന്. പറഞ്ഞു തന്നാലും. അതിന് കാരണം ഇതാണ് പുത്ര. അവിടുത്തെ മാതാവിന് ഉറപ്പായും ഈ പ്രളയത്തെ തടയുവാൻ സാധിക്കും. മാതേ, അവിടുത്തെ പക്കൽ ശക്തിയുണ്ടെങ്കിൽ ഈ പ്രളയത്തെ തടഞ്ഞാലും. അവിടുന്നല്ലേ എപ്പോഴും പറയാറുള്ളത് മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്. അല്ല ശിവ, നമ്മിൽ യാതൊരു ശക്തികളുമില്ല. നമ്മുടെ ശക്തി നീയാണ് ശിവ. അപ്പോൾ നാമാണ് അവിടുത്തെ ശക്തിയെങ്കിൽ നമുക്ക് അനുവാദം നൽകിയാലും പ്രളയത്തെ നാം തടയുന്നതാണ്. എങ്ങനെയാണ് നാം അനുവാദം നൽകുക? നമുക്കറിയാം, നീ പോയി കഴിഞ്ഞാൽ പ്രപഞ്ചം സുരക്ഷിതമാകും. പ്രപഞ്ചം രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷെ നമ്മുടെ പ്രപഞ്ചം സത്യത്തിൽ തകർന്നു പോകും ശിവ. നമുക്ക് അവിടുത്തെ ധർമ്മസങ്കടം മനസ്സിലാവും ദേവി. പക്ഷെ അവിടത്തേക്ക് ഒരു കാര്യം മാത്രം ഓർമ്മയുണ്ടായിരിക്കണം. ഒരു മാതാവ് സ്നേഹത്തിന്റെ മാത്രമല്ല, ത്യാഗത്തിന്റെയും ദേവിയാണെന്ന്. അതിനാൽ കരുണയും ദയയും അവളുടെ ഏറ്റവും വലിയ ധർമ്മമായി മാറുകയാണ് ദേവി.
നിർത്തിയാലും സഹോദരി പാർവതി, നിർത്തിയാലും. അമൃതിന്റെ സുരക്ഷാ കവചത്തിലുള്ള ഈ വിഷത്തെ തടയുക അസംഭവ്യമാണ്. ഇത് ത്രിദേവന്മാരാണ് നിർമ്മിച്ചത്. അവർക്ക് ഇത് തടയാനാകൂ. അവർക്ക് പകരമായി മറ്റാരെങ്കിലും അതിനായി ശ്രമിച്ചാൽ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല സംഭവിക്കുക. വിപരീത ഫലമായിരിക്കും സംഭവിക്കുക ദേവി. എല്ലാം തന്നെ നശിക്കുന്നതുമാണ്. നാമും അവിടുന്നും സമ്പൂർണ്ണ പ്രപഞ്ചവും എല്ലാം തന്നെ. ഇവിടെ നാം സ്വയം നശിക്കുമെന്നുള്ള ഭയത്തിൽ ഇതിനെ തടയുവാനുള്ള ശ്രമം ഉപേക്ഷിക്കാനാകുന്നതല്ല. നമ്മുടെ മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ പ്രപഞ്ചത്തെ പിന്നെ എങ്ങനെ സംരക്ഷിക്കാനാണ്? സതി അനസൂയയുടെ കരുണയാൽ നമ്മുടെ അപരാധങ്ങളെല്ലാം മറന്നുകൊണ്ട് അവർ ത്രിമൂർത്തികളെ സ്വതന്ത്രരാക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തെ വിനാശത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി അവരുടെ ചുമതല അവർ നിർവഹിക്കേണ്ടതുണ്ട്. ഇത് ശാഠ്യം പ്രകടിപ്പിക്കാനുള്ള സമയമല്ല. അവിടുന്ന് ത്രിദേവന്മാരെ മുക്തരാക്കിയില്ലെങ്കിൽ വളരെ വലിയ അനർത്ഥമാണ് ഉണ്ടാവുക. ഒരു മാതാവ് സ്നേഹത്തിന്റെ മാത്രമല്ല, ത്യാഗത്തിന്റെയും ദേവിയാണ്. ഈ ശാന്തത പ്രളയത്തിന് മുൻപുള്ള ശാന്തതയാണ്, സൂചനയാണ്. വിഷം പടർത്തുന്ന മഹാപ്രളയത്തിന്റെ സൂചന. അത് കേവലം ദേവി അനസൂയയ്ക്ക് മാത്രമേ സാധ്യമാകൂ. നാം തീരുമാനമെടുത്തു കഴിഞ്ഞു ഋഷിവര്യ. മാതാവിന്റെ മനസ്സിനെ നാം കഠിനമാക്കി. ആശീർവാദം നൽകിയാലും നാം നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്ന്, വിജയകരമായി തന്നെ അത് പൂർത്തിയാക്കണമെന്ന്. പുത്രവിയോഗം എന്ന വേദന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വേദനയാണ് ദേവി. പക്ഷേ പ്രപഞ്ചത്തിന്റെ നന്മയ്ക്കായി അവിടുന്ന് ഈ വേദന സഹിച്ചേ മതിയാകൂ. നാം മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും കർമ്മം കൊണ്ടും പതിവ്രതയാണെങ്കിൽ നിങ്ങൾ ത്രിദേവന്മാർ നമ്മുടെ ശിശുക്കളായി മാറട്ടെ. നമ്മുടെ പുത്രന്മാരായി നമ്മോടൊപ്പം ജീവിക്കാനുള്ള നിങ്ങളുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. സത്യസന്ധതയുടെയും തപസ്സിന്റെയും ശക്തിയാൽ നാം നിങ്ങളെ ശിശുക്കളായി മാറ്റിയിരുന്നു. ഇന്ന് അതേ ശക്തിയാൽ നാം നിങ്ങളെ 3 പേരെയും നിങ്ങളുടെ യഥാർത്ഥ രൂപങ്ങളിലേക്ക് തിരികെ അയക്കുന്നതാണ്. മാതേ,
ആകാശത്ത് ഇതെന്താണ് തകരുന്നത്? പ്രളയത്തിന്റെ മുന്നൊരുക്കം. മിത്രമേ, നമുക്ക് ഭയം തോന്നുന്നു. നിനക്കോ? നാം മാതാവിന്റെ ശക്തിയാണ്. ശക്തിക്ക് ഒന്നിനോടും ഭയം തോന്നില്ല. നീയും ഭയപ്പെടേണ്ടതില്ല മിത്രമേ. മാതേ, നമുക്ക് ഈ വിഷം പടരാതെ തടഞ്ഞേ മതിയാകൂ. നമുക്ക് അനുവാദം നൽകിയാലും നാം ഈ വജ്രായുധത്താൽ അതിനെ തടയാൻ പരിശ്രമിക്കാം. പാടില്ല ദേവരാജൻ, അങ്ങനെ ഒരു അപരാധം ഒരിക്കലും ചെയ്യരുത്. ശക്തി നിറഞ്ഞ പ്രഹരത്താൽ വിഷം പടരുന്ന പ്രക്രിയയിൽ കൂടുതൽ ശക്തി വന്നു ചേരുന്നതാണ്. സാഹചര്യം ഇങ്ങനെയായിരിക്കുമ്പോൾ പ്രപഞ്ചത്തെ ആരാണ് സംരക്ഷിക്കുക? ഈ പ്രശ്നത്തിൽ നിന്നും പ്രപഞ്ചത്തെ രക്ഷിക്കുവാനുള്ള കഴിവ് ഒരേ ഒരാൾക്ക് മാത്രമാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ബാലരൂപത്തിൽ സതി അനസൂയയുടെ ഒപ്പമാണുള്ളത്. ദേവരാജൻ ഇന്ദ്ര, മഹാദേവൻ അദ്ദേഹത്തിന്റെ സ്നേഹവും ഉത്തരവാദിത്വങ്ങളും മറന്നു പോയിരിക്കാം. പക്ഷെ നാം മറന്നിട്ടില്ല. നമ്മുടെ അപരാധത്തിനുള്ള ശിക്ഷ ഈ പ്രപഞ്ചം ഏറ്റുവാങ്ങാൻ നാം അനുവദിക്കുന്നതല്ല. ഈ പ്രപഞ്ചത്തിന്റെ ഓരോരോ കണങ്ങളിലും മഹാദേവൻ കുടിയിരിക്കുന്നുണ്ട്. ആ പ്രപഞ്ചത്തിന് സർവനാശം സംഭവിക്കാൻ നാം അനുവദിക്കുന്നതല്ല. നാം ആദിശക്തിയാണ്. നാം സ്വന്തം പ്രാണൻ നൽകിയും പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ്. ആ വിഷത്തിന്റെ സമീപത്തേക്ക് പോകരുത് പാർവതി. ഈ വിഷത്തെ പാനം ചെയ്യുവാനുള്ള കഴിവ് നീലകണ്ഠന് മാത്രമാണ്, മറ്റാർക്കുമില്ല. എങ്കിലും നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എങ്ങനെ നിറവേറ്റാതിരിക്കാനാകും? നമ്മുടെ ശ്രമങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാനാവില്ല. അദ്ദേഹം സമുദ്രമഥനത്തിന്റെ സമയത്ത് പോലും നാം തടഞ്ഞതിനു ശേഷവും ഈ പ്രപഞ്ചത്തിന്റെ പരിതസ്ഥിതി കണ്ട് യാതൊരു പ്രതീക്ഷകളുമില്ലാതെ വിഷം പാനം ചെയ്തിരുന്നു. നമുക്ക് നമ്മെ നഷ്ടപ്പെടുന്നത് പോലും സ്വീകാര്യമാണ്. പക്ഷെ ഈ പ്രപഞ്ചത്തെ അല്ല. നാം പിന്തിരിയണമെങ്കിൽ മഹാദേവൻ സ്വയം ഇവിടെ വരണം. അല്ലെങ്കിൽ ദേവി അനസൂയ അദ്ദേഹത്തെ ഇവിടേക്ക് അയക്കണം. ഇല്ലെങ്കിൽ നാം പിന്മാറില്ല. മറന്നു പോകരുത് ദേവി, അവിടുത്തെ പുത്രന്മാർ എന്നതിലുപരി ഇവർ ത്രിദേവന്മാരാണ്. ഇവർ പ്രപഞ്ചത്തിന്റെ പരിപാലനവും ദുരിത നിവാരണവും ശ്രദ്ധിക്കുന്നു. ഒരു ആദർശ മാതാവ് എന്ന നിലയിൽ അവിടുത്തെ ഈ മഹാത്യാഗം ഈ പ്രപഞ്ചം എന്നും ഓർക്കുകയും ആദരിക്കുകയും ചെയ്യും. അതെ ഋഷിവര്യ, നമുക്കിന്ന് സമൂഹത്തിന്റെ നന്മയ്ക്കായി ത്യാഗം ചെയ്യുന്നതിനുള്ള സുവർണ അവസരം ലഭിച്ചിരിക്കുകയാണ്. ശിവ, പറഞ്ഞാലും മാതേ, എന്തുകൊണ്ടാണ് നീ നമ്മുടെ വാക്കുകളെ എതിർത്ത് സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് വാശി പിടിക്കാത്തത്? നമ്മുടെ വാക്കുകൾ എപ്പോഴും അനുസരിക്കുന്നത് എന്തിനാണ്? എങ്ങനെയാണ് കഴിയുന്നത് മാതേ? ഒരു പുത്രന്റെ ധർമ്മമാണ് മാതാപിതാക്കളുടെ ആജ്ഞ പാലിക്കുക എന്നത്. അവിടുന്നാണല്ലോ നമ്മെ പഠിപ്പിച്ചത് മാതേ. പിന്നെ നാം എങ്ങനെയാണ് അനുസരിക്കാതിരിക്കുക?
ആജ്ഞ നൽകിയാലും മാതേ. ശിവ, ജലം കൊണ്ടുവരൂ. നാം ഇപ്പോൾ കൊണ്ടുവരാം മാതേ. ഇതാ മാതേ, ജലം കൊണ്ടുവന്നിരിക്കുന്നു. समय ले आया, समय ये कैसा समय ले आया, बना के अपना किया पराया। समय ये कैसा समय ले आया, बना के अपना किया पराया। ത്രിദേവന്മാരായ നമ്മുടെ പുത്രന്മാരെ, നിങ്ങളുടെ ഈ മാതാവ് ജന്മജന്മാന്തരങ്ങളോളം നിങ്ങളോട് കടപ്പെട്ടിരിക്കും. നാം ഇപ്പോൾ സത്യം മനസ്സിലാക്കുന്നു ഉമാദേവ. ഈ സംഭവിക്കുന്നതെല്ലാം അങ്ങയുടെ ഇച്ഛാപ്രകാരമാണ് സംഭവിക്കുന്നത്. അന്ന് അവിടത്തേക്ക് നമ്മുടെ പുത്രനായി വരേണ്ടിയിരുന്നതിന്റെ സാഹചര്യം അതായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങേക്ക് അങ്ങയുടെ മാതാവിൽ നിന്നും അകലേണ്ടതാണ്. ഇന്നത്തെ സാഹചര്യം അതാണ്. പക്ഷേ നമുക്ക് ദുഃഖമില്ല, കാരണം അങ്ങയുടെ ഇച്ഛയാണ് നമ്മുടെയും ഇച്ഛ മഹാദേവ. ഭയപ്പെടാതിരിക്കൂ അന്തക. ഈ പ്രളയത്തിന്റെ വിസ്ഫോടന ശബ്ദത്താൽ നാം എങ്ങനെ ഭയപ്പെടാതിരിക്കും ഗുരുദേവ? നിനക്ക് ഈ അവസ്ഥ നാമല്ല, നീ സ്വയം ചെയ്ത കർമ്മങ്ങളാൽ വരുത്തിവെച്ചതാണ് അന്തക. നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നമ്മെ ഭയപ്പെടുത്താൻ ശ്രമിക്കരുത് ഗുരുദേവ. കാരണം അങ്ങേക്കറിയാമായിരുന്നു നമ്മുടെ കർമ്മത്തിന്റെ ഫലമായി ഒടുവിൽ ഈ പ്രളയമുണ്ടാകുമെന്ന്. പിന്നെ എന്തുദ്ദേശത്തിലാണ് ഗുരുദേവ അവിടുന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രലോഭനം നമുക്ക് നൽകിയത്? മൗനമെന്താണ്? ഉത്തരം നൽകിയാലും ഗുരുദേവ. അതെ, പ്രലോഭിപ്പിച്ചതായിരുന്നു നാം. പ്രലോഭിപ്പിച്ചതാണ് നാം ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നും അപ്രത്യക്ഷരായ ത്രിദേവന്മാരെ തിരികെ കൊണ്ടുവരാൻ.